പണ്ട് EMS ഇടയ്ക്കിടയ്ക്ക് പറയും അതിനിപ്പോൾ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചയും ഒക്കെ അങ്ങോട്ട് മൂക്കുന്ന അവസരത്തിലാണ് നമ്പൂതിരിപ്പാടിൻ്റെ ഈ പറച്ചിൽ. അതിന് പാഴൂർ പടിപ്പുരയിൽ പോണ്ടെന്ന് പറഞ്ഞാൽ ജ്യോതിഷ രംഗത്ത് ഏറ്റവും മുമ്പനായിട്ട് നിൽക്കുന്നതാണ് ഈ പാഴൂർ പടിപ്പുര. ഇന്നും പാഴൂർ പടിപ്പുരയ്ക്ക് പ്രസക്തി ഉണ്ട്. അതിൻ്റെ പ്രശസ്തിക്ക് യാതൊരു മങ്ങലുമേറ്റിട്ടില്ല. ഇപ്പോഴെന്താണ് ഈ പ്രശ്നമെന്ന് ചോദിച്ചാൽ EMS അന്ന് അത് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇപ്പോൾ CPM പലരും പല മുമ്പന്മാരും പാഴൂർ പടിപ്പുര അല്ല എങ്കിലേ ഉള്ളൂ മറ്റു ചില പടിപ്പുരകളിൽ പോകുന്നുണ്ട്. ഭാവി എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഭൂതവും വർത്തമാനവും ഒന്നും അറിയണ്ടല്ലോ. ഭാവി ഒരു ഭൂതമായി നോക്കുന്നു എന്നാണല്ലോ അയ്യപ്പ പണിക്കർ തന്നെ പാടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജ്യോതിഷികളെ കാണാൻ പോകുന്നു എന്നാണ് പാർട്ടിയിൽ തന്നെ വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. MV ഗോവിന്ദൻ പോയിരിക്കുന്നത് പയ്യന്നൂർ മാധവ പൊതുവാൾ എന്ന പ്രശസ്തനായ ജ്യോതിഷ വിദഗ്ധനെയാണ് കാണാൻ പോയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പേരെടുത്തു. MV ഗോവിന്ദൻ പോകുന്ന ജ്യോതിഷക്കാരൻ എന്തായാലും ചില്ലറക്കാരനൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പം ഇനിയിപ്പം കേട്ടറിയുന്ന മലയാളികളൊക്കെ അങ്ങോട്ടേക്ക് പയ്യന്നൂരിലേക്ക് വണ്ടി കയറാൻ തുടങ്ങും. കാരണം മലയാളികൾ ഈ ജ്യോതിഷത്തിൽ ഒരുപാട് വിശ്വസിക്കുകയും അത് കേൾക്കുന്ന ഇടങ്ങളിലേക്ക് ഓടുകയും ചെയ്യുന്നവരാണ്. ഭാവി എന്താണെന്ന് പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, എന്നാലും കേൾക്കാനും ഒരു സുഖമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ ഇപ്പോൾ പല കാര്യങ്ങളും അറിയാനുണ്ട്. MV ഗോവിന്ദൻ പോയതെന്തിനാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. തുടർഭരണം കിട്ടുമോ ഇല്ലയോ, അതോ പിണറായി വിജയന്റെ ചവിട്ടടിയിൽ കിടന്ന് തനിക്ക് എരഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിൽ എത്തുമോ, ഏത് തരത്തിൽ, അതോ പിണറായി വിജയനെ ഏത് തരത്തിൽ പാര വെച്ച് പുറത്തിയാടിക്കാം, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ചോദിക്കാനായിരിക്കാം. മൂന്നാം വട്ടവും തുടർഭരണം വരികയാണെന്നുണ്ടെങ്കിൽ പിണറായി ആദ്യ അധികാരത്തിൽ വരികയും പിന്നീട് പതുക്കെ കൊണ്ട് മരുമകൻ റിയാസിന് കാര്യങ്ങൾ കൈമാറുകയും ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ മോഹങ്ങളെല്ലാം തകർന്നു പോകുമല്ലോ. അപ്പം ഇതൊക്കെ അറിയണമല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഏതൊരാളും ആഗ്രഹിച്ചു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശത്രു ഇത്തരത്തിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാപപരിഹാരാർത്ഥം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് MV ഗോവിന്ദൻ അന്വേഷിച്ചിരിക്കുന്നത്. അതിപ്പം പാർട്ടിയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു CPM സംസ്ഥാന സമിതി അംഗം തന്നെ, മുതിർന്ന നേതാവ് തന്നെ ഈ ചോദ്യം പാർട്ടിയിൽ എടുത്തിട്ടിരിക്കുകയാണ്. MV ഗോവിന്ദൻ ഈ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നു എന്നുള്ളത് അത് പാർട്ടിക്ക് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ്. നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലുമൊക്കെ ചില സഖാക്കന്മാർ പോവുകയും തൊഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ആദ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയും കൂടിയായിരുന്നല്ലോ, അദ്ദേഹം ക്ഷേത്രത്തിൽ ശബരിമലയിൽ പോയി. അവിടെ പോയി നിന്ന് ക്ഷേത്ര നടയിൽ നിന്ന് ശരിയായ രീതിയിൽ തൊഴുത് ദർശനം നടത്തിയതാണ്. പിണറായി വിജയനും പോയിട്ടുണ്ട്. ശബരിമല കാര്യങ്ങൾ അവലോകനം ചെയ്യാനും നട 365 ദിവസവും തുറന്നു വെപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് പോയത്. ശ്രീകോവിലിൻ്റെ തിരുമുറ്റത്ത് വരെയൊക്കെ പോയതും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അന്ന് പോയപ്പോൾ തീർച്ചപ്പെടുത്തിയതാണ് ആ 2 യുവതികളെ ഏത് വഴിയിലൂടെ കൊണ്ടുവരണമെന്നുള്ളത്. ഇപ്പുറത്തെ ഗേറ്റ് വഴി എങ്ങനെ ചാക്കിൽ കെട്ടി കൊണ്ടുവരാമെന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ പോയതെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും കടകംപള്ളി അവിടെ പോയി നിന്ന് തൊഴുകയും ഒക്കെ ചെയ്തത് പിന്നീട് പാർട്ടിയിൽ വിശദീകരണം കൊടുക്കേണ്ടി വന്നു.
അതുപോലെ ഗുരുവായൂർ പോയി കടകംപള്ളി അർച്ചന നടത്തി. കൃഷ്ണനെ കണ്ടത് വലിയ തെറ്റാണ്. പിണറായി അവിടെയും പോയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻവശത്ത് നിന്ന് അവിടെ നിന്നുകൊണ്ടാണല്ലോ വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ചോദ്യം ചോദിച്ചതും അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെ പലരും പല വഴികളിലൂടെ ക്ഷേത്രങ്ങളിലെത്തും. ഇനി ചില പ്രഗത്ഭ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ബാലകൃഷ്ണന്റെ ഭാര്യയാണ് പോയി കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തിയത്. അതൊക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. VS അച്യുതാനന്ദന്റെ മകൻ എല്ലാ മലയാള മാസവും ശബരിമലയിൽ പോകുമായിരുന്നു. ഈ സമീപ സമയത്ത് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പ് എല്ലാ മലയാള മാസവും അവിടെ എത്തിയിരിക്കും. VSന്റെ പേരിലൊക്കെ വഴിപാട് നടത്തുകയും ചെയ്യും. അങ്ങനെ പിന്നെ നമുക്കറിയാം മറ്റു പല നേതാക്കന്മാരുടെയും ഭാര്യമാരോ മക്കളോ ഒക്കെ ഇങ്ങനെ പോകും. പക്ഷേ ഭാര്യയും ഭർത്താവും നേതാവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അമ്പലങ്ങളിലോ പള്ളിയിലോ അല്ലെങ്കിൽ ജോത്സ്യനെയോ കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ MV ഗോവിന്ദന്റെ ഭാര്യയും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്നതാണ് PK ശ്യാമള. അവർക്കും അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് വിചാരിച്ചാലും അത് നടക്കത്തില്ല. അതുകൊണ്ട് MV ഗോവിന്ദൻ വളരെ രഹസ്യമായിട്ട് ജോത്സ്യനെ കാണാൻ പോയതാണ്. അതെന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങ് ആ ചിത്രം അങ്ങ് പ്രചരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പം ഭാവി അറിയാൻ പോയി ഇപ്പോൾ വർത്തമാനകാലത്തിൽ കിടന്ന് കുരുങ്ങുകയാണ് MV ഗോവിന്ദൻ. അല്ലെങ്കിൽ ഭാവി എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നതിലൊന്നും വലിയ തെറ്റുള്ള കാര്യമല്ലല്ലോ. ഇപ്പൊ തന്നെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്തായിരുന്നല്ലോ ആ ഭാഗത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ പിണറായി വിജയന്റെ ഭാര്യയും മകളും കൂടി പോയി ക്ഷേത്ര ദർശനം നടത്തിയത്. ക്ഷേത്രത്തിൻ്റെ പേരോർമ്മ വരുന്നില്ല. അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഘ്നങ്ങളെല്ലാം അകലുകയും കാര്യസിദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പൊ പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ എന്തും ആകാം, മറ്റുള്ളവർക്കൊന്നും ആകാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് പാർട്ടിയിൽ ഇപ്പോൾ MV ഗോവിന്ദനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജ്യോതിഷൻ എന്തായാലും കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു കാണും ഏതു തരത്തിലുള്ള പരിഹാരക്രിയ വേണം എന്നുള്ളതൊക്കെ. പണ്ട് നമ്മുടെ സുധാകരന്റെ വീട്ടില് മൃത്യുഞ്ജയ ഹോമം നടത്തിയതൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആലപ്പുഴയിലെ നമ്മുടെ സുധാകരനെ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ട് വീട്ടിൽ. അദ്ദേഹം പിന്നെ ഇപ്പോൾ ആരെയും വകവയ്ക്കാതിരിക്കുന്ന ആളാണ്. അദ്ദേഹം വീട്ടിൽ രാമായണം വായിക്കും. രാമായണം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ സംഖ്യയാക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വകവയ്ക്കത്തില്ല. സുധാകരനും ചിലപ്പോൾ ഇതുപോലെ ജ്യോതിഷന്മാരെയൊക്കെ കാണാൻ പോയിട്ടുണ്ടാകും. എന്തായാലും MV ഗോവിന്ദൻ പോയത് ഗോവിന്ദന്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല. LDFന് തുടർഭരണമുണ്ടോ, ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, തൻ്റെ പാത വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി തീർക്കാൻ, ഇനി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാനോ അല്ലെങ്കിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോകാനോ ആയിട്ട് ചിലപ്പം ജ്യോത്സ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാരണഭൂതന്റെ കാര്യം പോക്ക് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.